നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അനാരോഗ്യത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രസവ സമയത്തെ സങ്കീർണതകളിൽ നിന്നുമെല്ലാം സ്ത്രീകൾക്ക് സംരക്ഷണം നൽകാൻ ഒരല്പം ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. ഗർഭിണികളുടെയും അമ്മമാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായി എല്ലാ വർഷവും ഏപ്രിൽ 11-ാം തീയതി ദേശീയ സുരക്ഷിത മാതൃത്വ ദിനമായി ആചരിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ സാമൂഹ്യ പാഠത്തിൻ്റെ വിഷയവും ഇതുതന്നെയാണ്, ദേശീയ സുരക്ഷിത മാതൃത്വ ദിനം. ഇതിനായി നമ്മോടൊപ്പം ഇന്നിവിടെ എത്തിയിരിക്കുന്ന അതിഥി ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ആർ ഉഷയാണ്. മാമിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. നമ്മളെ പൊതുവായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗർഭിണികൾ അല്ലെങ്കിൽ അമ്മമാരുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു തലമുറയുടെ ആരോഗ്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ കഴിയും, അല്ലേ? അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു ദിനം, ദേശീയ സുരക്ഷിത മാതൃത്വ ദിനം ആയ ഇന്ന് അത്രത്തോളം പ്രസക്തമായിട്ടുള്ളൊരു ദിനമാണ്. ഇതിൻ്റെ ഒരു പ്രസക്തി അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ചർച്ച ആരംഭിക്കാമെന്ന് തോന്നുന്നു. 1987 WHO സേഫ് മദർഹുഡ് ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ സുരക്ഷിത മാതൃത്വ പദ്ധതികൾ ആരംഭിച്ചത്. അത് ആഗോളതലത്തിൽ മാതൃമരണ നിരക്ക് കുറയ്ക്കാനായിരുന്നു. അത് ഏപ്രിൽ 11 നമ്മൾ ദേശീയ സുരക്ഷിത മാതൃത്വ ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ ദിനം ശ്രീമതി കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ്. അവരാണെങ്കിൽ നമുക്കറിയാം സ്ത്രീ ക്ഷേമത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായിട്ട് നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ദിനം തന്നെയാണ് നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ത്യയാണ് ആദ്യമായിട്ടൊരു ദിനം ഇങ്ങനെ തുടങ്ങാൻ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് തുടങ്ങിയത്. ഈ ഏതൊരു സ്ത്രീക്കും സുരക്ഷിതമായൊരു ഗർഭകാലവും പ്രസവവും പ്രസവാനന്തര കാലത്തിനും അവകാശമുണ്ടെന്നുള്ള സന്ദേശമാണ് ഈ ദിനത്തിൽ കൂടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കൗമാരപ്രായത്തിൽ തന്നെ ഒരു പെൺകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ ആ പെൺകുട്ടിയുടെ ആരോഗ്യം, മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം കൂടുതൽ പ്രസക്തമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ അതിലേക്ക് ചെലുത്തേണ്ടതുണ്ട്. ശരിക്കും ആ കൗമാരപ്രായത്തിൽ നൽകുന്ന ആ ഒരു ശ്രദ്ധയും പരിചരണവും തന്നെയല്ലേ പിന്നീട് ഭാവിയിലും ഒരു മുതൽക്കൂട്ടാവുന്നത്? അതെ, കാരണം കൗമാരപ്രായത്തിൽ തന്നെയാണ് നമ്മുടെ ഭാവി ജീവിതത്തിലേക്കുള്ള തറക്കല്ലുകൾ ഇടപെടുന്നത്, പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ. ആ സമയത്തുള്ള വളർച്ച, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം കണ്ടെത്തി നമ്മൾ ചികിത്സിക്കേണ്ടതുണ്ട്. അതിന് ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അയൺ സപ്ലിമെൻറ്റേഷൻ നമ്മൾ സ്കൂളുകളിൽ കൊടുത്തു വരുന്നു, വിരയിളക്കാനുള്ള ഗുളികകൾ കൊടുത്തു വരുന്നു. അതൊക്കെ ഭാവി അവരുടെ എന്താ പറയുക ഹീമോഗ്ലോബിൻ സ്റ്റാറ്റസൊക്കെ നന്നാക്കാനാണ്, മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കൗമാരക്കാരിൽ കാണുന്നത് പോലെ തന്നെ ഗർഭിണികളിലും ഈ വിളർച്ച അല്ലെങ്കിൽ അനീമിയ എന്ന ഒരു പ്രശ്നം വില്ലനായിട്ട് കാണുന്നുണ്ടല്ലേ? ഉണ്ട്, അത് വലിയൊരു പ്രശ്നമാണ്. അത് നമ്മൾ ഗർഭകാലത്തിൽ തന്നെ ചികിത്സിച്ച് മാറ്റുന്നതുണ്ട്. അല്ലെങ്കിൽ പല പല ബുദ്ധിമുട്ടുകൾക്കും പ്രസവ സമയത്തും പ്രസവാനന്തര സമയത്തും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ കൗമാരത്തിൽ കണ്ടുവരുന്ന PCOS അല്ലെങ്കിൽ ഈ പറഞ്ഞ അനീമിയ, പിന്നീട് കാണുന്ന ഒരു രോഗാവസ്ഥയാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ ഭാവിയിൽ ഈ ഗർഭാവസ്ഥയിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല? ഓരോന്നിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. PCOS ആണെങ്കിൽ നമ്മുടെ കൗമാരക്കാർക്ക് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഈ PCOS ഉള്ളവർക്ക് ഗർഭധാരണത്തിനും ബുദ്ധിമുട്ടുണ്ടാവാം. ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ പല പല ബുദ്ധിമുട്ടുകൾ, ഒരു ഗർഭചിത്രത്തിനുള്ള കൂടുതൽ സാധ്യത, ഗർഭകാലത്ത് BP ഉണ്ടാവാൻ, ഡയബറ്റിസ് ഉണ്ടാവാൻ എല്ലാം ഉള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് അവരൊരു പ്രത്യേക കെയർ അർഹിക്കുന്നവരാണ്. പിന്നെ ചെറുപ്പത്തിൽ തന്നെ ഉള്ള നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. PCOS ഉള്ളവരെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അവർക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കണം, ജീവിതശൈലി മാറ്റങ്ങളൊക്കെ നിർദ്ദേശിച്ചു കൊടുക്കണം. അമിതവണ്ണം കുറയ്ക്കണം, എക്സസൈസ് വേണം, ആഹാര ക്രമീകരണം വേണം. അതൊക്കെ നമ്മൾ കൗമാരക്കാരിൽ തന്നെ തുടങ്ങേണ്ടതാണ്. പക്ഷെ വളരെ കൂടുതലായിട്ടാണ് PCOS കാണപ്പെടുന്നത്. ഇന്ത്യയിലെ മൊത്തം ഒരു കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മാതൃമരണ നിരക്ക് എന്ന് പറയുന്നത് കേരളത്തിൽ താരതമ്യേന കുറവാണെന്ന് പറയാം, അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു കണക്കുകൾ പറയുന്നത് എങ്ങനെയാണ്? കേരളത്തിൽ എത്ര ശതമാനം വരും അത്തരം? കേരളത്തിൽ 30 ആണ്. 30 പെർ
1 lakh എന്നുള്ളതാണ്. അത് നോക്കുമ്പോഴത്തേക്കും ഭാരതത്തിലെ ഇത് 97 97 നോക്കുമ്പോൾ നമ്മുടെ വളരെ മെച്ചപ്പെട്ട നിലയിലാണ്. പക്ഷെ നമുക്ക് ഇനിയും കുറയ്ക്കാനുണ്ടെന്നുള്ള ഇതാണ് കരുതുന്നത്. 2030 ആകുമ്പോഴത്തേക്കും 20 ആക്കണം എന്നുള്ളതാണ് ഗോള്. ഓക്കെ. അപ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഒരു കൗമാരപ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ഒരു യൗവനാവസ്ഥയിലേക്ക് എത്തുമ്പോഴും അല്ലെങ്കിൽ ഒരു ഗർഭാവസ്ഥയിലേക്ക് വരുമ്പോഴും ഒക്കെ തന്നെ മറ്റ് പല പ്രശ്നങ്ങൾ, ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ മറ്റ് രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഒരു സുരക്ഷിതമായിട്ടുള്ള ഗർഭകാലത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒരു സുരക്ഷിതമായ ഗർഭകാലത്തേക്ക് പ്രവേശിക്കുന്ന മുമ്പ് ഒരു ഗർഭധാരണം അവർ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ടേ അവർ ഗർഭധാരണത്തിന് മുതിരാവുള്ളൂ. കാരണം പല അസുഖങ്ങളും ഗർഭകാലത്ത് മൂർച്ഛിക്കാം. അപ്പം പിന്നെ വേറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഒരു പ്ലാൻഡ് പ്രഗ്നൻസി എന്നുള്ള നിലയ്ക്ക് പോവുകയാണ് നല്ലത്. അത് അവരുടെ അസുഖങ്ങൾ കണ്ട്, ഇപ്പം ഡയബറ്റിസ് ഉള്ളവരാണെങ്കിൽ ഡയബറ്റിസ് നല്ല കൺട്രോൾഡായിട്ട്, BP ഉണ്ടെങ്കിൽ BP കൺട്രോൾഡായിട്ട് മരുന്നുകൾ ക്രമീകരിച്ച് ഒക്കെ വേണം പോകാൻ. അതുപോലെ തന്നെ തൈറോയിഡും ഒക്കെ ക്രമീകരിച്ച് വേണം പോകാൻ. ഓക്കെ. ഈ കോവിഡ് പശ്ചാത്തലം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റെന്തെല്ലാം കാരണങ്ങളാണ് നമുക്ക് ഈ മാതൃമരണത്തിലേക്കൊക്കെ നയിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്? മാതൃമരണത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഏറ്റവും കൂടുതൽ മുമ്പിട്ട് നിൽക്കുന്നത് രക്തസ്രാവമാണ്, അമിതമായ രക്തസ്രാവം. ഈ രക്തസ്രാവം പ്രസവത്തിന് മുമ്പും ഉണ്ടാവാം, പിമ്പും ഉണ്ടാവാം. പ്രസവത്തിന് മുമ്പുണ്ടാവുന്നത് മറുപിള്ള ഗർഭപാത്ര ഭിത്തിയിൽ നിന്ന് വിട്ടുപോവുക പ്രസവവേദന തുടങ്ങും മുമ്പ്, അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി. ഇത് പ്രസവത്തിന് മുമ്പുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസാണ്. പ്രസവാനന്തരം ഉണ്ടാവുന്ന രക്തസ്രാവവും വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കോസാണ് മാതൃമരണത്തിന്. പിന്നെ അടുത്തത് വരുന്നത് ഉയർന്ന രക്തസമ്മർദ്ദമാണ്. ഈ ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും ഹാനികരമാണ്. അത് അമ്മയിൽ പലതവണയും പലപ്പോഴും മരണത്തിന് കാരണമാകാറുമുണ്ട്. പിന്നെ അടുത്ത ഒന്ന് അണുബാധയാണ്. അണുബാധ ഒരു മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് കോസായിട്ടാണ് പറയണേ. അണുബാധ വരുമ്പോഴത്തേക്ക് അത് പ്രസവത്തിന് മുമ്പാവാം, പ്രസവം കഴിഞ്ഞിട്ടാവാം. പ്രസവത്തിന് മുമ്പ് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാലും ചിലപ്പോൾ അത് മൂർച്ഛിക്കാം. ഈ H1N1 ഇൻഫെക്ഷനൊക്കെ വന്നിരുന്ന കാലത്ത്. അതുപോലെ അണുബാധ പ്രസവശേഷം ഉണ്ടാവുന്നതും ഗുരുതരമായിട്ട് ചിലപ്പം ഉണ്ടാവാറുണ്ട്. അതും മരണത്തിന് നീതിക്കും. പിന്നെ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിലും കുറച്ചുകൂടെ പോയി ഒന്ന് വളർച്ച. ഈ വളർച്ച പല കാരണങ്ങൾ കൊണ്ടും ഈ രക്തസ്രാവം കൂട്ടാനിടയുണ്ട്. അത് തന്നെ രക്തസമ്മർദ്ദം കൂട്ടാനൊക്കെ ഇടയുണ്ട്. പിന്നെ വരുന്നത് ഹൃദയം സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾ. പിന്നെ വേറൊരു അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ അടുത്ത് അനുഭവിക്കേണ്ടി വരുന്നത് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്ന് പറയും. അതായത് ഈ ആംനിയോട്ടിക് ദ്രാവകം കുഞ്ഞിൻ്റെ ചുറ്റിനുമുള്ള ഫ്ലൂയിഡാണല്ലോ. അത് പ്രസവ സമയത്ത് അമ്മയുടെ പ്രവാഹത്തിലേക്ക് എത്തിപ്പെടുന്നു. ഈ ഓരോ യൂട്രൈൻ കൺട്രാക്ഷൻ വരുമ്പോഴും. അപ്പോൾ അതിൽ കൂടെ ഇത് കാണാം, കുഞ്ഞിൻ്റെ രോമം സെൽസ് ഒക്കെ കാണാം. അതെല്ലാം ഒരു വലിയ റിയാക്ഷൻ ഉണ്ടാക്കിയിട്ട് ശ്വാസതടസ്സം, രക്തസ്രാവം ഇതെല്ലാം ഉണ്ടാകും. പെട്ടെന്ന് തന്നെ അമ്മ മരണപ്പെടുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പേ അമ്മ മരണപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ടാണ് ഉണ്ടാവാറ്. നമ്മൾ എല്ലാം നോർമലായിട്ട് പോകുമെന്ന് ഉദ്ദേശിക്കുമെങ്കിലും പെട്ടെന്ന് ഇത് നമ്മളെ ഒരു വൻ ചതിയിൽ കൊണ്ട് എത്തിക്കും. ഇതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നും പറയുന്നില്ല. അവർ പറയുന്നത് ഒരു റീസൺ, നമ്മൾ ഇക്കാലത്ത് ഒരുപാട് ഇങ്ങനെ നേരത്തെ പ്രസവങ്ങൾ ഇൻഡ്യൂസ് ചെയ്യാറുണ്ട്. ആ ഇൻഡക്ഷൻ നേരെ ആയില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം, ചില മരുന്നുകൾ ഉപയോഗിച്ചാൽ. അപ്പം അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് ഇപ്പം നമ്മൾ സൂക്ഷിച്ച് ആ മരുന്നുകൾ കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കുന്നുണ്ട്.
കഴിയുന്നത് നമ്മുടെ ഈ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്ന അതിനെ ഒന്ന് നമുക്ക് എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്തേ പറ്റൂ. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് തീർച്ചയായും പ്രധാനപ്പെട്ട കാര്യം അല്ലേ? അപ്പോൾ ഈ സിസേറിയനൊക്കെ വേണ്ടി വരുന്ന സാഹചര്യത്തിൽ അത് എങ്ങനെയാണ് ഒരു സിസേറിയൻ നിർദ്ദേശിക്കപ്പെടുന്നത് എപ്പോഴാണ്? സിസേറിയൻ നിർദ്ദേശിക്കപ്പെടുന്നത് ഒന്ന് കുഞ്ഞിന് താഴോട്ട് വരാൻ സ്ഥലക്കുറവുണ്ടെങ്കിൽ, കുഞ്ഞിൻ്റെ വെയിറ്റും അമ്മയുടെ പെൽവസുമായിട്ട് ഇല്ലേ. പിന്നെ ഒന്ന് കുഞ്ഞിന് എന്തെങ്കിലും ഹാർട്ട് റേറ്റിന് വ്യത്യാസങ്ങളോ വ്യതിയാനങ്ങളോ കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നണത്. പിന്നെ ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ അമിതമായ ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ പ്രസവത്തിന് മുമ്പുണ്ടാവുന്ന രക്തസ്രാവം, ഇതൊക്കെ ചെന്ന് നമുക്ക് ഇതിൽ എത്തിക്കാം, സിസേറിയനിലേക്ക് എത്തിക്കാം. ഡോക്ടർ, നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, നോക്കാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠമാണ്. സംശയം ചോദിച്ചോളൂ. ആരാണ് വിളിക്കുന്നത്? എൻ്റെ പേര് പ്രിൻസിന്നായിരുന്നേ. ഓക്കെ, എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ ഡോക്ടറിനോട്. എൻ്റെ ഒരു കുട്ടിയുണ്ട്, രണ്ടാമതും ട്യൂബിനകത്തായിരുന്നു പ്രഗ്നൻസി ആയത്. അപ്പം അത് ട്യൂബ് എടുത്ത് കളഞ്ഞു. പിന്നെയും പ്രഗ്നൻ്റ് ആയത് ട്യൂബിനകത്ത് മരുന്ന് വെച്ച് കളഞ്ഞ് 7 മാസമായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ പിന്നെ ഓരോ 2 ആഴ്ച കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിട്ട് നമുക്ക് അടുത്ത പ്രഗ്നന്റ് ആവുമെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, ഒരു ട്യൂബ് പോയാൽ വീണ്ടും പ്രഗ്നന്റ് ആവാൻ സാധ്യതയുണ്ടോന്നോ? അതാണോ ഉദ്ദേശിച്ചത്? ഒരു ട്യൂബ് പോയി രണ്ടാമത്തെ ട്യൂബിനകത്തും പിന്നെ പ്രഗ്നൻസി ആയി. അത് അളവ് കുറഞ്ഞിട്ടിരുന്നു. അപ്പം രണ്ടാമത്തെ ട്യൂബ് എടുത്തിട്ടില്ല, അല്ലാതെ ചികിത്സിച്ചേ ഉള്ളൂ. ഈ സന്ദർഭത്തിൽ ഒരു അടുത്ത പ്രഗ്നൻസി ആയാൽ തന്നെയും ചിലപ്പോൾ ഒരു ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനിയും 2 തവണ ആയതല്ലേ. അപ്പോൾ ഗർഭധാരണത്തിനും ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഗർഭധാരണത്തിന് പോണ്ടി വരുമായിരിക്കും. IVF പോലത്തെ ഇത് നടത്തേണ്ടി വരുമായിരിക്കും. പക്ഷെ അത് നടത്തിയാലും നമുക്ക് ഒരു ചാൻസ് ട്യൂബൽ പ്രഗ്നൻസിക്ക് ഉണ്ട്. അത് മാത്രം കൊണ്ട് വരില്ല, ഭേദമാകില്ല. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു സാധ്യത ഇപ്പോഴും ഉണ്ട് അല്ലേ? എപ്പോഴും ഉണ്ട്. ഓക്കെ, 2 തവണ ആയതല്ലേ. അതെ അതെ അതെ, ശരി. അപ്പോൾ വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മൾ സംസാരിച്ചു വന്നത് സിസേറിയനെ കുറിച്ചായിരുന്നു. ഇപ്പോൾ പൊതുവേ നമുക്ക് കാണാൻ കഴിയുന്ന സിസേറിയൻ്റെ റേറ്റ്, വളരെയധികം ആളുകൾ സിസേറിയൻ സജസ്റ്റ് ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ ഒരു കൃത്യമായ ഡേറ്റും ടൈമും ഒക്കെ ഫിക്സ് ചെയ്തിട്ട് സിസേറിയൻ അങ്ങോട്ട് ഡോക്ടറിനോട് ആവശ്യപ്പെടുന്ന സാഹചര്യമൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് ഒരു അപകടമാണോ അതോ വളരെ അത്യാവശ്യ ഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണോ? അത് തീർച്ചയായിട്ടും അപകടമാണ്. കാരണം സിസേറിയൻ നമുക്ക് ഇപ്പം പണ്ടത്തെ കാലത്തോട് അപേക്ഷിച്ച് വളരെ സേഫാണ്. എന്നാൽ തന്നെയും ആവശ്യമുള്ളപ്പോൾ മാത്രം ചെയ്യേണ്ട ഒരു ശസ്ത്രക്രിയയാണ്. കാരണം അതിന് ഇപ്പം നമ്മൾ ചെയ്താൽ അടുത്ത പ്രസവത്തിനൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അതുകൊണ്ട് അതൊരു സുരക്ഷിതമായൊരു ഇതാണ്, ആവശ്യമില്ലാതെ ചെയ്യാനുള്ളതാണെന്ന് തോന്നണില്ല. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തെ സിസേറിയൻ കഴിഞ്ഞു, രണ്ടാമത്തേതും സിസേറിയൻ തന്നെ ആയിക്കഴിഞ്ഞാൽ അത് അമ്മയുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? തുടർന്നുള്ള എല്ലാ പ്രസവവും സിസേറിയൻ ആവുകയാണെങ്കിൽ തുടർന്നുള്ള ഗർഭങ്ങളിലും പ്രസവത്തിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇപ്പം നമുക്ക് അടുത്ത പ്രസവത്തിൽ ചിലപ്പം ഗർഭകാലത്ത് തന്നെ അല്ലെങ്കിൽ പ്രസവ സമയത്തോ ഗർഭപാത്രത്തിൽ വിള്ളലുണ്ടാവാം. അത് ചിലപ്പോൾ നമുക്ക് ഗർഭപാത്രം തന്നെ രക്ഷിക്കാൻ പറ്റിയെന്നിരിക്കില്ല. പിന്നെ വേറൊന്ന് കാണുന്നത്, ഈ ഒന്നിക്കൂടുതൽ സിസേറിയൻ ആകുമ്പോഴത്തേക്കും ഈ മറുപിള്ള അല്ലെങ്കിൽ പ്ലാസൻ്റ ഗർഭപാത്രത്തിൻ്റെ താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യും. അതിന് നമ്മൾ പ്ലാസൻ്റ പ്രീവിയ എന്ന് പറയും. അത് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു ടൈം ബോംബിൻ്റെ പുറത്ത് നമ്മൾ ഇരിക്കും പോലെയാണ്. എപ്പം വേണമെങ്കിലും ബ്ലീഡിങ് ഉണ്ടാക്കാം. ബ്ലീഡിങ് ഉണ്ടാക്കിയാൽ നമുക്ക് വീണ്ടും സിസേറിയൻ ചെയ്താലും ചിലപ്പം കുഞ്ഞിനെയും അമ്മയെയും രക്ഷിക്കാൻ പറ്റിയെന്നിരിക്കില്ല. പിന്നെ വേറൊരു കാര്യം, ഈ പുതിയ നമ്മളിപ്പം കാണുന്ന ഈ സിസേറിയൻ്റെ റേറ്റ് കൂടുന്തോറും നമ്മൾ കാണുന്ന ഒരു ഇത്
പ്ലാസൻഡ അക്രീറ്റ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ്. അതായത് ഈ മറുപിള്ള ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയുടെ ഉള്ളിലോട്ട് വളരുന്നു. അത് ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയും തുളച്ച് പുറത്തോട്ട് വരാൻ ചില സന്ദർഭങ്ങളിൽ അത് ഈ പ്രസവാനന്തരമുള്ള രക്തസ്രാവത്തിന് കൂടാം, ചാൻസ് കൂടാം. പലപ്പോഴും ചിലപ്പോൾ നമുക്ക് ഗർഭപാത്രം എടുത്ത് നീക്കേണ്ടിയും വരും ബ്ലീഡിങ് നിർത്താനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ചെറിയ ഇടവേളയിലേക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം സാമൂഹ്യ പഠനം തുടരും. എന്തിന് മർത്യായുസിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം. ശക്തമായ വികാരങ്ങളുടെ അനിയന്ത്രിതമായ കുത്തൊഴുക്കാണ് കവിത. പറഞ്ഞത് വിഖ്യാത സാഹിത്യകാരനായ വില്യം വേഡ്സ്വർത്താണ്. എന്തുവാൻ യമീ വണ്ണമന്തരാ ചിന്തയാർന്നതഥവാ നിനയ്ക്കുകിൽ ജന്തുവിന്നു തുടരുന്നു വാസനാബന്ധമിങ്ങുടലു വീഴുവോളവും അപ്പുമാന്റെ ഉല്ലേഖം എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക്. പുനഃസംപ്രേഷണം എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30. അപ്പോൾ ഈ അണുബാധകൾ കാരണം പലപ്പോഴും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നതായിട്ട് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ അണുബാധകൾ എങ്ങനെ നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കുമോ? ആ ഒരു സങ്കീർണതയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെ ചികിത്സ ഉറപ്പാക്കാൻ സാധിക്കും? അത് ഗർഭകാലത്ത് ഉണ്ടാവുന്ന ചില വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ട്. വൈറസ് കൊണ്ടിട്ട് ഉണ്ടാവുന്ന ഹെർപ്പിസ് സോസ്റ്റർ അല്ലെങ്കിൽ ചിക്കൻ പോക്സ് അല്ലെങ്കിൽ ജർമ്മൻ മീസിൽസിൻ്റെ ഇത് അതെല്ലാം പിന്നെ H1N1 ഇതെല്ലാം നമുക്ക് ഒരു സംശയം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. അത് കണ്ടുപിടിച്ചാൽ അതിനെ ഉടനെ ട്രീറ്റ് ചെയ്യുക. പിന്നെ വേറൊരു സങ്കീർണ പ്രശ്നമാവാൻ ഇടയുള്ളത് ഗർഭകാലത്തുണ്ടാകുന്ന മൂത്രാശയ ഇൻഫെക്ഷൻസ് ആണ്. അത് വളരെ കോമൺ ആണ്. അത് കണ്ടുപിടിച്ച് ശരിക്ക് ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അത് അല്ലെങ്കിൽ യോനി ഭാഗത്തെ ഇൻഫെക്ഷൻ അത് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ പ്രസവ സമയത്ത് ഇത് രണ്ടും കുഞ്ഞിനും ഇൻഫെക്ഷൻ ഉണ്ടാക്കാം, അമ്മയുടെയും ഇൻഫെക്ഷൻ സെപ്സിസ് ആയിട്ട് അണുബാധ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ കാണുന്നത് പ്രസവാനന്തരം ഉണ്ടാകുന്ന അണുബാധയാണ്. ഈ ആദ്യത്തെ 6 ആഴ്ച പ്യൂപ്പറിയം എന്ന് പറയും. അപ്പം നമുക്ക് ഇൻഫെക്ഷൻ വരാം. അത് നോർമൽ ഡെലിവറി ആണെങ്കിൽ മറ്റേ എപ്പിസോട്ടമി നമ്മളിടുന്ന അവിടെ നിന്നാവാം, അല്ലെങ്കിൽ വജൈനൽ ഇൻഫെക്ഷൻ കൂടിയിട്ടാവാം, അല്ലെങ്കിൽ സിസേറിയൻ കഴിഞ്ഞിട്ടാണെങ്കിൽ സിസേറിയൻ്റെ യൂട്രസിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം, മുറിവിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം. നമ്മൾ സാധാരണ ഇതിനൊക്കെ ഓപ്പറേഷൻ്റെ സമയത്ത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പ്രോഫിലാറ്റിക്കായിട്ട് പ്രിവെൻറ്റീവായിട്ട് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ വളരെ താമസിച്ച് അല്ലെങ്കിൽ വേറെ റെഫർ ചെയ്ത് വെളിയിൽ നിന്നൊക്കെ വരുന്ന കേസസ് ഒരുപാട് നേരം പ്രസവ വേദന അനുഭവിച്ചിട്ടൊക്കെ വരുന്നവരിലാണെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവാം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അനുയോജ്യമായ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഡോക്ടറിൻ്റെ നിർദ്ദേശാനുസരണം അതെല്ലാം ഉപയോഗിക്കേണ്ടതാണ്. അതെല്ലാം ഉപയോഗിക്കേണ്ടതാണ്. ചിലരിലെല്ലാം ഈ BP അല്ലെങ്കിൽ ഡയബറ്റീസ് ഒക്കെ വളരെ നേരത്തെ കാണുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഗർഭകാലം അതിൻ്റെ ഒരു രോഗാവസ്ഥകളുടെ ഒരു നിയന്ത്രണം കൂടി ആവശ്യമായിട്ട് വരാറുണ്ടല്ലോ ഡോക്ടർ? ഉണ്ട്. കാരണം ഇപ്പം ഡയബറ്റീസ് എടുക്കാം. ഡയബറ്റീസ് മുൻകൂട്ടി ഇപ്പം പലരിലും നമ്മൾ കാണാറുണ്ട്. താമസിച്ച് ഗർഭം ധരിക്കുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ നേരത്തെ ഡയബറ്റീസ് ഉള്ളവരിലാവാം. ഈ ഡയബറ്റീസ് നല്ല കൺട്രോൾഡ് അല്ലാതെ ഗർഭം ധരിക്കാൻ മുതിരരുത്. കാരണം HB1AC എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് 7-ൽ താഴെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഒരു ഗർഭധാരണത്തിന് പോവുള്ളൂ. അത് കാരണം HB1AC കൂടും തോറും കുഞ്ഞിനുള്ള അംഗവൈകല്യങ്ങൾ കൂടാം. അപ്പം HB1AC 10 ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഗർഭം തുടരാൻ അനുവദിക്കാറില്ല. കുഞ്ഞിന് ഡെഫിനറ്റ് ആയിട്ട് അബ്നോർമാലിറ്റി കാണും. പിന്നെ അതുപോലെ തന്നെ BP ആണെങ്കിൽ തന്നെയും പല പേർക്കും മുൻകൂട്ടി തന്നെ BP ഉണ്ടാവാം. അതും നമ്മൾ കൺട്രോൾ ചെയ്തിട്ടേ ഗർഭധാരണത്തിന് മുതിരാവുള്ളൂ.
കാരണം ഡയബറ്റിസ് BP-ക്ക് അവർ കഴിക്കുന്ന മരുന്നുകളുണ്ടാവാം. ചില മരുന്നുകൾ കുഞ്ഞിന് ദോഷം ചെയ്യും. അപ്പം അങ്ങനെയാണ് ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ച് കുറച്ചുകൂടെ സേഫായിട്ടും കുഞ്ഞിനെ ദോഷം വരാത്ത രീതിയിലുള്ള മരുന്നുകളിലേക്ക് മാറ്റിയിട്ട് വേണം ഗർഭം ധരിക്കാൻ. ഓക്കെ. ഈ ചില സമയങ്ങളിൽ ഈ ഗർഭാവസ്ഥയിലുണ്ടാവുന്ന പ്രമേഹം അല്ലെങ്കിൽ ഉയർന്ന BP ഒക്കെ കാണാറുണ്ടല്ലോ. ഇത് പ്രസവത്തിന് ശേഷം ചിലപ്പോൾ ചിലരിൽ അങ്ങ് നീണ്ടു നിൽക്കുന്നതായിട്ടും ചിലരിൽ മാറുന്നതായിട്ടും ചിലരിൽ വീണ്ടും നീണ്ടു നിൽക്കുന്നതായിട്ടും ഒക്കെ കാണുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എന്താണ് ഒരു ഗർഭാവസ്ഥയിലുള്ളവർ അറിഞ്ഞിരിക്കേണ്ടത്? ഗർഭാവസ്ഥയിൽ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് ഇപ്പം ഈ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന BP-ക്ക് ഡയബറ്റീസിനും നമുക്ക് മുൻകൂട്ടി സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്. ഇപ്പം BP-ക്കാണെങ്കിൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ ഡോപ്ലർ ടെസ്റ്റ് വഴി നമുക്കറിയാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആസ്പ്രിന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കാൽഷ്യം കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഡയബറ്റിസ് നമ്മൾ എല്ലാ പേർക്കും യൂണിവേഴ്സലായിട്ട് സ്ക്രീൻ ചെയ്യേണ്ടതുണ്ട്. ഗ്ലൂക്കോസ് കൊടുത്തിട്ടുള്ള ബ്ലഡ് ഷുഗർ ലെവൽസ് നോക്കണം. അതനുസരിച്ചിട്ട് അവരുടെ അടുത്ത് ആഹാര ക്രമീകരണവും വേണ്ടി വന്നാൽ മരുന്നുകളും വേണ്ടി വന്നാൽ ചിലപ്പോൾ ഇൻസുലിനും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഈ 2 സന്ദർഭങ്ങളിലും BP ആണെങ്കിലും ശരി ഡയബറ്റിസ് ആണെങ്കിലും ശരി അമ്മയെപ്പോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞിൻ്റെ ആരോഗ്യം. കുഞ്ഞിനെ നന്നായിട്ട് മോണിറ്റർ ചെയ്യണം. കുഞ്ഞിൻ്റെ വളർച്ച, കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടിയുണ്ട്. ഓക്കെ. അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ശരിക്കും ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു ഗർഭകാലം കൊണ്ടുപോകാനായിട്ട് ശരിക്കും ഭക്ഷണക്രമം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ ഡോക്ടർ. അതുപോലെ അമ്മയുടെ ഉറക്കം, വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ? ആണ്. കാരണം ഒരു മാനസികമായിട്ടുള്ളൊരു പിരിമുറുക്കങ്ങൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യണം. ബാലൻസ്ഡ് ഡയറ്റ് ആവണം. അതായത് പ്രോട്ടീനും അന്നജവും ഫാറ്റും എല്ലാം ക്രമീകരിച്ച് വിറ്റമിൻസും ഇലക്കറികളും എല്ലാം വേണം. പിന്നെ വെള്ളം കുടിക്കുന്നതും ധാരാളം വേണം. കാരണം ഈ ഗർഭകാലത്ത് യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാൻ വളരെ സാധ്യതയുള്ള ഒരു സമയമാണ്, നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ പോലും. അപ്പോഴൊക്കെ നമ്മുടെ വെള്ളം കുടിക്കുന്നതെല്ലാം നമ്മൾ ധാരാളം വേണം. ഓക്കെ. അതുപോലെ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വളരെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ എങ്കിൽ പോലും പലപ്പോഴും അമിതമായിട്ടുള്ള രക്തസ്രാവത്തിലൂടെ അമ്മമാരുടെ ആരോഗ്യം വഷളാകുന്നു, മരണത്തിലേക്ക് തന്നെ നയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രക്തസ്രാവം ഒഴിവാക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു മുൻകരുതൽ പോലെ നമുക്കതിന് മുന്നേ എന്തെങ്കിലും പരിശോധനകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു ഊഹം കാണും. ഇതിനിപ്പം ബ്ലീഡിങ് ഉണ്ടാവാം. ഇപ്പം അമ്മയ്ക്ക് വളർച്ചയുണ്ടെങ്കിൽ അമ്മ ഇരട്ട കുട്ടികളെ ഗർഭം ധരിക്കുകയാണെങ്കിൽ, പിന്നെ ഇപ്പം ഫൈബ്രോയിഡ് അതുപോലത്തെ മുഴകളുണ്ടെങ്കിൽ, കുഞ്ഞിൻ്റെ ചുറ്റിനുള്ള ഫ്ലൂയിഡ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടുതലാണെങ്കിൽ അത് പ്രസവാനന്തരം ബ്ലീഡിങ് ഉണ്ടാക്കാൻ ഉതകുന്ന സന്ദർഭങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്തായാലും ഡെഫിനറ്റ്ലി ആ സ്ത്രീ ഒരു ഹോസ്പിറ്റലിലെ ഡെലിവറി ആവുള്ളൂ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും എല്ലാ ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റലിലെ ഡെലിവറി ആവുള്ളൂ. പിന്നെ വളർച്ച നേരത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. പ്രസവത്തിന് മുമ്പ് ഡേറ്റിന് മുമ്പ് നമ്മളത് ഊർജിതമായിട്ട് തന്നെ കറക്റ്റ് ചെയ്യണം. പിന്നെ ഈ ബാക്കി ഉള്ളതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റൂലെങ്കിലും പ്രസവ സമയത്ത് നമ്മൾ അതിനുള്ള മുൻകരുതലുകൾ ഡോക്ടർ എടുക്കുക. ഇത് പ്രസവം കുഞ്ഞ് വന്നു കഴിഞ്ഞ ഉടനെ കൊടുക്കുന്ന ഇഞ്ചക്ഷൻസ് ആവാം, പിന്നെ പ്ലാസിൻ്റെ ഡെലിവറി ചെയ്യുന്നതാവാം, എല്ലാം ഒരു ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യണം. ഒരു ബ്ലീഡിങ്ങിലോട്ട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്തായാലും ഡെഫിനറ്റ്ലി ആശുപത്രിയിൽ തന്നെ ഡെലിവറി ചെയ്യണം. അതുപോലെ ഈ സപ്ലിമെൻറ്റ്സ്, അയൺ ഗുളികകൾ പോലുള്ള ടാബ്ലറ്റ്സ്, അത് ശരിക്കും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ പോഷകാഹാരം കഴിക്കുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ നൽകുന്നതാണല്ലോ. അപ്പോൾ ഇത് ഓരോരുത്തരിലും ഓരോ രീതിയിലാണോ, അല്ലെങ്കിൽ ഇത് എങ്ങനെ കഴിക്കണം, അല്ലെങ്കിൽ ചിലരെങ്കിലും ഇത്തരം ഗുളികൾ ഒഴിവാക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം സപ്ലിമെൻറ്റ്സ് നൽകുന്ന ഒരു സുരക്ഷിതത്വം, വാക്സിനേഷൻ നൽകുന്ന സുരക്ഷിതത്വം കൂടി ഒന്ന് പറയാമോ ഡോക്ടർ? സപ്ലിമെൻറ്റ്സ് നമ്മൾ എത്ര ബാലൻസ്ഡ് ആയിട്ട് കഴിച്ചാലും നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ചിട്ട് ഏതൊരമ്മയും അയണും ഫോളിക് ആസിഡും കഴിച്ചിരിക്കണം എന്നാണ്. ഫോളിക് ആസിഡ് പ്രത്യേകിച്ച് ആദ്യത്തെ 3 മാസം ഈ കുഞ്ഞിൻ്റെ അവയവങ്ങളൊക്കെ രൂപം കൊള്ളുന്ന ആ സമയത്തേക്ക് അനിവാര്യമാണ്. ഡോക്ടർ, നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വന്നിട്ട് ഇതിലേക്ക് തിരിച്ചെത്താം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠമാണ്,
ആരാണ് സംസാരിക്കുന്നത്? ഞാൻ എന്റെ മകൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഓക്കെ, ചോദിച്ചോളൂ. എറണാകുളം. അതെ, എന്റെ മകൾക്ക് രണ്ട് പ്രസവം കഴിഞ്ഞതാണേ. അപ്പൊ അത് കുട്ടികൾക്ക് ജനറ്റിക് ആയിട്ട് ഒരു കുട്ടിക്ക് 6 ഇപ്പോൾ 6 വന്നിരിക്കുകയാണ്. പിന്നെ ഒരു കുട്ടിക്ക് ഒരു കൈക്ക് വണ്ണം കൂടുതലാണ്. അത് ജനറ്റിക്കാണ്. അതെന്താ കാരണം എന്നറിയില്ല. അത് അറിയാവുന്നതൊന്ന് പറഞ്ഞതാ. അത് പറയാൻ പ്രയാസമാണ്. നോർമൽ ഡെലിവറി ആയിരുന്നോ? ഹലോ, ആയിരുന്നു. പ്രസവ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കുഞ്ഞിനുണ്ടായതായിട്ട് പറഞ്ഞോ? ഇല്ല, 2 പേർക്കും നോർമലായിരുന്നു. പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല. ഇല്ല. ഈ കുഞ്ഞിന് ജന്നി വരുന്നത് സാധാരണഗതിയിൽ പ്രസവ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നെങ്കിലൊക്കെയാണ്. അല്ലാതെ ജന്നി വരാൻ കുഞ്ഞിന് ഡെലിവറി കഴിഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലും വന്നാലും വരാം. ഇപ്പം എന്തെങ്കിലും അസുഖം വന്നായിരുന്നോ? ഒന്നുമില്ല. ഞങ്ങള് പിന്നീട് മൂത്ത കുട്ടിക്ക് 4 മാസമായപ്പോഴാണ് ഇത് കണ്ടത്, 6 വരുന്നത്. അപ്പൊ ഞങ്ങള് കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. പിന്നെ ജനറ്റിക് ആയിട്ടൊക്കെ ടെസ്റ്റുകൾ ചെയ്തു. അത് ജനറ്റിക് ആയിട്ടുണ്ടായതാണെന്ന് പറഞ്ഞത്. ജനറ്റിക് ആയിട്ടുണ്ടായതാണെന്നോ? അല്ല, കുഞ്ഞിൻ്റെ കൈ വ്യത്യാസം, കൈയുടെ സൈസ് വ്യത്യാസമൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതാണ്. അത് അങ്ങനെ ആകുന്ന എന്തുകൊണ്ടാണെന്ന് ശരിക്കും പറയാൻ പറ്റില്ല. പീഡിയാട്രീഷ്യന്മാർ കണ്ടിട്ട് 2 പേർക്കും ഫിറ്റ്സ് വരുന്നില്ലല്ലോ. ഒരാൾക്ക് മാത്രമല്ലേ ഫിറ്റ്സ് വരുന്നുള്ളൂ? മൂത്തവന് ഫിറ്റ്സ് വരുന്നുണ്ട്. അത് പനി ഉണ്ടായാലില്ലെങ്കിലും ഫിറ്റ്സ് വരുന്നുണ്ട്. അല്ല, പനി ഉണ്ടാകുമ്പം 6 മാസം വരെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം ഫിറ്റ്സ് ഉണ്ടാവണത് നമ്മൾ ഫെബ്രൈൽ ഫിറ്റ്സ് എന്ന് പറയും. അത് ചില കുട്ടികളിൽ അങ്ങോട്ട് പോകും തോറും എപ്പിലെപ്സിയുടെ ഒരു വകഭേദമാവാം. എപ്പിലെപ്സിയിലോട്ട് പോകാം. സാധാരണ 6 മാസത്തിൽ വരുന്നവർക്ക് അതങ്ങ് തനിയെ പൊയ്ക്കോളും. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ചില കുട്ടികളിൽ മാത്രം അത് പെർസിസ്റ്റ് ചെയ്യാം. പിന്നെ അത് എപ്പിലെപ്സി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും. മരുന്നുകൾ കഴിക്കുന്നുണ്ട്. പിന്നെ 5 വയസ്സാവാറായി, 4 വയസ്സായി. അത് നമുക്ക് മരുന്ന് ഡോക്ടർ പറയുന്ന സമയത്തിനനുസരിച്ച് കൊടുക്കണം. കാരണം കൊടുക്കാതിരുന്നാൽ പിന്നെയും ഫിറ്റ്സ് വന്നാൽ പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പുതിയ മരുന്നുകളുണ്ട്, വളരെ സേഫായിട്ടുള്ള മരുന്നുകളുണ്ട്. അത് കൊടുക്കുക, ഫിറ്റ്സ് കൺട്രോൾ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ കൈയുടെ വളർച്ച, കുട്ടിയുടെ ഒരു കൈക്ക് നല്ല വണ്ണുണ്ട്, ഒരു കാലിനുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞേ? അത് സാധാരണഗതിയിൽ ഈ സൈസ് വ്യത്യാസമൊക്കെ വരുന്നത് കുഞ്ഞുങ്ങൾക്ക് തന്നെ സൈസ് വ്യത്യാസം. പെരട്ട കുട്ടികളാണെങ്കിൽ ഒരു കുട്ടി വലുതും ഒരു കുട്ടി ചെറുതും ആവാം. അങ്ങനെയല്ലാതെ ഒരു കുട്ടിക്ക് തന്നെ ഒരു ഭാഗം വലുതും ഒരു ഭാഗം ചെറുതും വരാനുള്ള സാധ്യത ഡോക്ടർമാർ പറയും പോലെ എന്തെങ്കിലും ജനറ്റിക് അബ്നോർമാലിറ്റി തന്നെ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആൾക്കാർ കുടുംബത്തിലുണ്ടോ? ഹലോ, പോയെന്ന് തോന്നുന്നു, കോൾ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. എന്തായാലും വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഗർഭിണികൾക്ക് വാക്സിനേഷനും അതുപോലെ സപ്ലിമെൻറ്റ്സും നൽകുന്ന ഒരു പരിരക്ഷയെക്കുറിച്ചായിരുന്നു. സപ്ലിമെൻറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അയണും ഫോളിക് ആസിഡും റെഗുലറായിട്ട് കൊടുക്കും. ഇപ്പം പിന്നെ കാൽഷ്യം കുഞ്ഞിൻ്റെ അസ്ഥിയുടെ ഡെവലപ്മെൻറ്റ്, സ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റായിട്ട് ഏകദേശം ഒരു 30 മില്ലിഗ്രാം കാൽഷ്യം വരെ ആവശ്യമുണ്ട്. അത് അമ്മയുടെ 30 ഗ്രാം കാൽഷ്യമാണെന്ന് തോന്നുന്നു. അത് അമ്മയുടെ ബോൺസിൽ നിന്നായിരിക്കും അത് അവരെടുക്കുന്നത്. അപ്പോൾ അമ്മയുടെ ബോൺ ഹെൽത്തിന് വേണ്ടിയിട്ട്, അസ്ഥി തേയ്മാനം ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാൽഷ്യം സപ്ലിമെൻറ്റ് ചെയ്യും. കാൽഷ്യം ഒരു 1000 തൊട്ട് 1500 മില്ലിഗ്രാം വരെ കൊടുക്കണം ദിവസം. ഈ കാൽഷ്യം കൊടുക്കുന്നത് ചില BP ക്ക് ടെൻഡൻസി ഉള്ളവർക്ക് ഒരു ശകലം പ്രൊട്ടക്റ്റീവ് ഇത് കൂടെ കാണിക്കുന്നുണ്ട്.
കൂടുതലും നമ്മൾ അമ്മയുടെ സ്കെൽറ്റൽ സിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അയണും ഫോളിക് ആസിഡും വളർച്ച വരാതിരിക്കാനും, ഫോളിക് ആസിഡ് കുഞ്ഞിൻ്റെ നോർമൽ ഡെവലപ്മെൻറ്റിനും. പിന്നെ ഇപ്പം നമ്മൾ കൊടുത്തു വരുന്നത് അയഡിൻ കൊടുക്കുന്നുണ്ട്, സിങ്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു DHA എന്ന് പറഞ്ഞ ഒരു ഇത് കൊടുക്കുന്നുണ്ട്, അമിനോ ആസിഡ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്, സോറി. അതല്ലാതെ പിന്നെ വിറ്റമിൻ ഡി ഇക്കാലത്ത് നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. കാരണം വിറ്റമിൻ ഡി ഒന്ന് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ആവശ്യമാണ്. പിന്നെ പല പ്രശ്നങ്ങളും ഇപ്പോൾ നമ്മൾ വിറ്റമിൻ ഡി ഒരു കുറവ് അതിന് ഉണ്ടെന്നുള്ളത് ഇപ്പം നമ്മൾ കണ്ടുവരുന്നു. അതുകൊണ്ട് വിറ്റമിൻ ഡിയും സപ്ലിമെൻ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ശരി. നമുക്കിനി ഒരു ചെറിയ ബ്രേക്കിന് ശേഷം സാമൂഹ്യ പാഠത്തിലേക്ക് തിരികെ എത്താം. ശിവഭക്തർ തൻ പ്രാർത്ഥന കേട്ടു സങ്കടമുക്തിക്കായി, ശിവഭക്തർ തൻ പ്രാർത്ഥന കേട്ടു സങ്കടമുക്തിക്കായി, ജ്യോതിർലിംഗ സ്വരൂപം പൂണ്ടു ശിവശങ്കരനാം ദേവൻ, ശിവശങ്കരനാം ദേവൻ, ശിവശങ്കരനാം ദേവൻ, ശിവശങ്കരനാം ദേവൻ, ശിവശങ്കരനാം ദേവൻ. ദേശീയ സുരക്ഷിത മാതൃത്വ ദിനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സാമൂഹ്യ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ, പലപ്പോഴും കാണാറുള്ളത് ഈ ഗർഭകാലത്തും അതുപോലെ തന്നെ പ്രസവശേഷമുള്ള ആദ്യ ആഴ്ചകളിലുമൊക്കെ ചിലരിൽ രക്തം കട്ട പിടിക്കാനുള്ളൊരു സാധ്യത അത് കാണാറുണ്ടല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് ലക്ഷണങ്ങളോ അല്ലെങ്കിൽ മരുന്നുകൾ ഉപയോഗിച്ചോ എന്തെങ്കിലും ചികിത്സയോ നിലവിലുണ്ടോ? പ്രഗ്നൻസി, ഗർഭം തന്നെ ഒരു രക്തം കട്ട പിടിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം അത് അങ്ങനെ ഇരിക്കെ തന്നെ ചില അസുഖങ്ങൾ ഗർഭകാലത്തുണ്ടാവുന്ന സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ്, ആൻറ്റി ഫോസ്ഫോലൈപ്പിഡ് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞത്, പിന്നെ ചില സിക്കിൾ സെൽ അനീമിയ അങ്ങനെയുള്ള ഒക്കെ ഒരു നമുക്കൊരു ചാൻസ് കൂട്ടും രക്തക്കട്ട പിടിക്കാനുള്ള. പിന്നെ വാരിക്കോസ് വെയിൻസ് ഉള്ളവർ, അവർക്കൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഗർഭകാലത്ത് തന്നെ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കേണ്ട. ആസ്പ്രിൻ അല്ലെങ്കിൽ ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കേണ്ടതുണ്ട്. അത് പ്രസവശേഷവും ഇവർക്ക് ഈ എന്താ പറയുക, ഈ രക്തം കട്ട പിടിച്ചിട്ട് ആ രക്തക്കട്ട രക്തധമനിയിൽ നിന്ന് വേർപെട്ടിട്ട് ഹാർട്ടിലും ലങ്സിലൊക്കെ പോയി എംബോളിസം എന്ന് പറഞ്ഞൊരു ഗുരുതരാവസ്ഥ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രസവാനന്തരവും നമ്മൾ ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ നമ്മളിപ്പം കൊടുക്കാറുണ്ട്. സിസേറിയൻ കഴിഞ്ഞായാലും നോർമൽ ഡെലിവറി ആയാലും. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ അസുഖങ്ങളുള്ളവർക്കാണെങ്കിൽ നമ്മൾ 6 ആഴ്ച വരെ പ്രസവാനന്തരം കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ നമ്മുടെ ഗർഭിണികളുടെ ആരോഗ്യം അല്ലെങ്കിൽ അമ്മമാരുടെ ആരോഗ്യം എന്ന് പറയുന്നതെല്ലാം മാനസികവും ശാരീരികവും ആയിട്ടുള്ള ആരോഗ്യമാണ് പൊതുവെ കണക്കാക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ അടുത്ത കാലത്ത് കാണാറുള്ളത് ഗർഭകാലത്തും അല്ലെങ്കിൽ പ്രസവശേഷവുമുള്ള ആദ്യ സമയങ്ങളിലും എല്ലാം തന്നെ വളരെയധികം മാനസിക പിരിമുറുക്കം അല്ലെങ്കിൽ വിഷാദം, ആത്മഹത്യാ പ്രവണത തുടങ്ങിയ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ നമുക്ക് വീട്ടിലെല്ലാവർക്കും തന്നെ തിരിച്ചറിയപ്പെടണമെന്നില്ല. പക്ഷേ അത് നമുക്ക് എങ്ങനെ കണ്ടെത്തി ഒരു ചികിത്സ ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയല്ലേ ഡോക്ടർ? അതെ, കാരണം മിക്കവർക്കും പ്രസവാനന്തരം കുറച്ചൊരു ബുദ്ധിമുട്ടുകളൊക്കെ തോന്നാം. കാരണം പുതിയ സാഹചര്യങ്ങളുമായിട്ട് അവർക്ക് പൊരുത്തപ്പെടണം, ഉറക്കമില്ലായ്മ, കുഞ്ഞിനെ പാലൂട്ടുന്നത്, കുഞ്ഞിനെ നോക്കുന്നതൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് ആദ്യത്തെ ഒരു ആഴ്ചയൊക്കെ മിക്കവർക്കും തോന്നാറുണ്ട്. പക്ഷെ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അവരതുമായിട്ട് പൊരുത്തപ്പെടും. അപൂർവം ചിലവർക്ക് ഇത് വിഷാദമായിട്ട് മാറാം. വിഷാദ രോഗം, ഉറക്കമില്ലായ്മ, കരച്ചിൽ, കുഞ്ഞിനെ നോക്കുന്നില്ല, അത് പാലൂട്ടാൻ പ്രയാസം, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയും, നമ്മൾ അതിലോട്ട് പോകും. അതിലും മൂർച്ഛിച്ച അവസ്ഥയാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. പേഷ്യൻസ് വയലൻ്റ് ആവാം, പേഷ്യൻസ് കുഞ്ഞിനെ നോക്കിയില്ല എന്നിരിക്കാം, കുഞ്ഞിനെ ഉപദ്രവിക്കാം, കൂടെ നിൽക്കുന്നവരെ ഉപദ്രവിക്കാം. അതൊക്കെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണ്. നമ്മൾ ചിലപ്പം കൗൺസിലിംഗ് കൊണ്ട് നിന്നിരിക്കില്ല, മരുന്ന് തന്നെ കൊടുക്കേണ്ടി വരും. ഇത് നമ്മൾ ഗർഭാവസ്ഥയിൽ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം ഒരു അമ്മ മനസ്സെന്നുള്ള പ്രോഗ്രാം കേരള ഗവൺമെൻറ് തുടങ്ങിയിട്ടുണ്ട്. അത് മുഖാന്തരം ആശാ വർക്കേഴ്സിനെ ഉപയോഗിച്ചിട്ട് ഒരു ചോദ്യാവലി ഈ ഗർഭിണികളായ സ്ത്രീകൾക്ക് കൊടുക്കും. അത് ഫില്ല് ചെയ്യണതനുസരിച്ചിട്ട് അവർക്ക് മാനസിക പിരിമുറുക്കം എന്തെങ്കിലും ഉണ്ടോ, അത് കൗൺസിലിംഗ് വേണോ, മരുന്ന് വേണോ എന്നൊക്കെ
തീരുമാനിക്കാം. ഈ അമ്മ മനസ്സെന്നുള്ള പ്രോഗ്രാം അതിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് സർക്കാർ. അതുപോലെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ജനനി സുരക്ഷാ യോജന എന്നൊരു പദ്ധതിയും ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു അവബോധം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഗർഭിണികളുടെയും അമ്മമാരുടെയൊക്കെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള ഒരു അവബോധം ഉറപ്പുവരുത്തുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയുള്ള പദ്ധതികളാണ് അല്ലേ? അത് ജനനി സുരക്ഷാ യോജന പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എല്ലാ ഡെലിവറികളും ആശുപത്രിയിലോ സബ് സെൻറ്ററിലോ ആയിരിക്കണം. വീട്ടിലുള്ള ഡെലിവറി കുറയ്ക്കാനാണ്. കാരണം കേരളത്തിൽ അത് വളരെ ചുരുക്കേ കാണാറുള്ളൂ, പക്ഷെ വടക്കോട്ടൊക്കെ അത് ഭയങ്കര കോമൺ ആണ്. അത് കാരണമാണ് അവിടെയൊക്കെ ആ സംസ്ഥാനങ്ങളിലൊക്കെ മരണനിരക്ക് കൂടിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഹോസ്പിറ്റൽ ഡെലിവറി പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരു ക്യാഷ് ഇൻസെൻറ്റീവും കൂടെ കൊടുക്കുന്നുണ്ട് ഈ ജനനി സുരക്ഷാ യോജന മുഖാന്തരം. അത് ആശാ വർക്കർ മുഖാന്തരം ആണ് നമ്മൾ ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ആശാ വർക്കറിനും ഒരു ഇൻസെൻറ്റീവ് ഉണ്ട്. അപ്പോൾ ഈ 2 ഇൻസെൻറ്റീവും കൂടെയായിട്ട് എല്ലാ ആശുപത്രികളിലും, ഗവൺമെൻറ് ആശുപത്രികളിലും, ചില തിരഞ്ഞെടുക്കപ്പെട്ട പ്രൈവറ്റ് ആശുപത്രികളിലും അവർക്ക് സകല ചെലവുകളും റീഇംബേഴ്സ് ചെയ്യപ്പെടും. പിന്നെ അല്ലാതെ ഇൻസെൻറ്റീവുകളുണ്ട്. ഈ ഹോസ്പിറ്റൽ ഡെലിവറി മുഖാന്തരം നമുക്ക് മാതൃമരണ നിരക്ക് കുറയ്ക്കാനാകും എന്നുള്ള ഒരു തിരിച്ചറിവ് കൊണ്ടിട്ടാണ്. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ ഈ അബോർഷൻ, തുടർച്ചയായിട്ടുള്ള അബോർഷൻ ഉണ്ടാകുന്നത്, അത് ശരിക്കും ഈ അമ്മമാരുടെ ആരോഗ്യത്തെയും വളരെ സാരമായിട്ട് ബാധിക്കാറുണ്ട്. മാത്രമല്ല ഇനി അടുത്തൊരു പ്രഗ്നൻസിയിലേക്ക് പോകാൻ കഴിയുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക, ശരിക്കും അതൊരു മാനസികമായിട്ടുള്ളൊരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യവും കാണാറുണ്ട് അല്ലേ? അതെ. ഇത് 2 3 കൂടുതൽ അബോർഷൻസ് ഉണ്ടാവുന്നതിന് നമ്മൾ റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് എന്ന് പറയും. അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ ശരിക്കും ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഉണ്ടാവുന്നത് മിക്കവാറും എന്തെങ്കിലും ആ ഭ്രൂണത്തിനുണ്ടായ തകരാറ്, ക്രോമസോമൽ തകരാറ് കൊണ്ടായിരിക്കാം. അത് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പിന്നെ ചില അസുഖങ്ങളിൽ, അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റി ഫോസ്ഫോലൈപ്പിഡ് സിൻഡ്രോം, APLA സിൻഡ്രോം, SLE ഒക്കെ ഉള്ളവർക്കും ഇത് കാണാം. പക്ഷെ അപ്പോൾ ആ അസുഖം ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ശരിയാവാം. പിന്നെ ആ അസുഖം ഉള്ളവരിൽ ഗർഭിണി ആയ ഉടനെ തന്നെ ആസ്പ്രിൻ അല്ലെങ്കിൽ നേരത്തെ ഈ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിനൊക്കെ കൊടുത്ത് നമുക്ക് കൊണ്ടുപോകാം. ചിലർക്ക് ഹോർമോൺ ഇംബാലൻസ് കൊണ്ടായിരിക്കാം. പക്ഷെ അതും നമ്മളൊരു എന്താ പറയുക, ഒരു എംബ്രിക്കൽ എന്നുള്ള ഒരു ഇതിൽ കൊടുക്കുന്നതാണ്. ഹോർമോൺ സപ്പോർട്ട് കൊടുക്കാം പ്രഗ്നൻസിയിൽ. പിന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല കൗൺസിലിങ്ങും കൊടുത്തേണ്ടി വരും അവരുടെ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് മാറ്റാൻ. കാരണം അവർക്ക് പേടിയായിരിക്കും അടുത്തൊരു ഗർഭത്തിലോട്ട് പോകാൻ. 2-3 പോയി കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ പ്രശ്നമാവാം, അവർ തമ്മിൽ പ്രശ്നങ്ങളാവാം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല കൗൺസിലിങ്ങും കൊടുക്കേണ്ടി വരും. അതെ, ഓക്കെ. മറ്റൊന്ന് ഈ ടീനേജ് പ്രഗ്നൻസിയാണ്. ടീനേജ് പ്രഗ്നൻസി മാത്രമല്ല, 35 അല്ലെങ്കിൽ 40 വയസ്സിന് ശേഷമൊക്കെയുള്ള ഒരു ഗർഭാവസ്ഥയിലേക്കൊക്കെ പോകുന്നവർക്ക് എത്രത്തോളം സുരക്ഷിതത്വമുണ്ട് എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവാറുണ്ട്. മാത്രമല്ല കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക ഉണ്ടാവാറുണ്ട്. ഇതിന് എന്തെങ്കിലും വാസ്തവമുണ്ട് ഡോക്ടർ? അല്ല, നമ്മൾക്ക് ടീനേജ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഇപ്പം 18 വയസ്സിനകം ഗർഭിണി ആയാലാണ് ടീനേജ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ആരോഗ്യത്തിന് നല്ലതല്ല. പ്രഗ്നൻസിയുടെ പല കോംപ്ലിക്കേഷൻസും, BP ആയാലും ശരി, കൂടുതൽ അബോർഷൻ ആയാലും ശരി, മാസം തികയാത്ത പ്രസവമായാലും ശരിയൊക്കെ കൂടുതൽ ചാൻസ് അവരിൽ കാണപ്പെടുന്നു. പിന്നെ മിക്ക ടീനേജ് പ്രഗ്നൻസീസും ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കണ്ടുവരുന്നത് ചിലപ്പം വിവാഹേതര ബന്ധം കൊണ്ടായിരിക്കാം. അപ്പോൾ അവർ അൺസേഫ് ആയിട്ടുള്ള ഗർഭഛിദ്രത്തിന് മുതിരാം. അതുകൊണ്ടുള്ള അണുബാധ, അതുകൊണ്ടുള്ള മരണമൊക്കെ ഉണ്ടാവാം. പിന്നെ അതുപോലെ 35 വയസ്സിൽ കൂടുതലുള്ളവർക്ക് ചിലപ്പോൾ അത് ആദ്യത്തെ പ്രഗ്നൻസി ആവാം, ചിലപ്പോൾ അത് 3-4 പ്രഗ്നൻസി കൂടുതലാവാം. 4 പ്രഗ്നൻസി കൂടുതലൊക്കെ ആവുമ്പോഴത്തേക്കും അത് റിസ്ക് കൂടും. ആദ്യത്തെ പ്രഗ്നൻസിക്കും റിസ്ക്കാണ്, 4 കൂടുതലായാലും റിസ്ക്കാണ്. അവർ ഈ 4 കൂടുതലൊക്കെ ഉള്ളപ്പം ചിലപ്പോൾ അവർ ഇതുപോലെ അൺസേഫ് അബോർഷൻ ആയിട്ടൊക്കെ മുതിരാം. അപ്പോൾ അവിടെയും ഇൻഫെക്ഷൻ്റെയും അണുബാധയുടെയും സെപ്സിസിൻ്റെയൊക്കെ സാഹചര്യമുണ്ട്. പിന്നെ ഈ 35 കഴിഞ്ഞുള്ളവർക്ക് ഈ പറയും പോലെ കുഞ്ഞിന് ക്രോമസോമൽ അനോമലീസ് ഉണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ടെസ്റ്റുകളുണ്ട്. ആദ്യത്തെ 3 മാസം തുടങ്ങി തന്നെ ചെയ്യാമെന്നുള്ള അൾട്രാസൗണ്ട്
ആയാലും ബ്ലഡ് ടെസ്റ്റുകളായാലും ഉണ്ട്. അത് നമുക്ക് ഉണ്ടോ ഇല്ലെന്ന് ഹൈ റിസ്ക് ആണോ എന്ന് കാണിക്കും. ഹൈ റിസ്ക് ആണെങ്കിൽ നമുക്കത് കൺഫേം ചെയ്യാനുള്ള ടെസ്റ്റുകളും ഉണ്ട്. അപ്പം പിന്നെ അവർക്ക് ഓപ്ഷൻ കൊടുക്കാം, ഇത് തുടരണോ വേണ്ടേ എന്നുള്ളത്. ഇപ്പം കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ട്, മംഗോളിസം ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ അത് തുടരണോ വേണ്ടേ എന്ന് നമുക്ക് അവർക്ക് ഓപ്ഷൻ കൊടുക്കാം. പിന്നെ ഈ 35 കഴിഞ്ഞുള്ള പ്രഗ്നൻസിയിൽ ഈ പറഞ്ഞ പോലെ BP സാധ്യതയുണ്ട്, ഡയബറ്റീസിന് സാധ്യതയുണ്ട്, ഈ പറഞ്ഞ പോലെ അബോർഷനും എന്താ പറയുക സിസേറിയൻ എല്ലാം സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ 2 എക്സ്ട്രീമും നമ്മൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. കാരണം കഴിയുന്നതും നമ്മൾ ഈ 18 35 വയസ്സിനായിരിക്കും ഗർഭം ധരിക്കുക എന്നുള്ളതാണ് കാലഘട്ടത്തിൽ അത് തന്നെയാണ് കൂടുതൽ. ഓക്കെ, ഈ അബോർഷനിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം നമുക്കിപ്പോൾ ധാരാളം പേരിൽ കാണുന്ന തൈറോയിഡ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണല്ലോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ, ഇത് ഒരു ഗർഭാവസ്ഥയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ തൈറോയിഡ് നിയന്ത്രിച്ച് നിർത്തുന്നതാണോ, അല്ലെങ്കിൽ ഈ ഒരു ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ തൈറോയിഡ് മരുന്ന് കഴിക്കുന്നവരും ഉണ്ടല്ലോ? അതെ, നമുക്കിതിലേക്ക് വരാൻ ഡോക്ടർ ഒരു കോൾ എടുത്തതിന് ശേഷം. ഹലോ ഹലോ ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠമാണ്, പറഞ്ഞോളൂ, ആരാണ്? ഓക്കെ, ചോദിച്ചോളൂ ഡോക്ടറിനോട്. നമസ്കാരം മാഡം. നമസ്കാരം മാഡം, എനിക്ക് 64 വയസ്സായി. അപ്പം പിന്നെ 64 വയസ്സ് ആയിപ്പോ. അപ്പം എനിക്ക് 10 കൊല്ലമായി മെനോപോസ് ആയിട്ട്. അപ്പം പിന്നെ ഇപ്പം 3 മാസമായിട്ട് ഇങ്ങനെ ബ്ലീഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഉടനെ തന്നെ ഡോക്ടറിനെ കാണേണ്ടതാണ്. കാരണം 10 വർഷം കാണിച്ചായിരുന്നു മാഡം, കാണിച്ചായിരുന്നു, സ്കാനിങ് ഒക്കെ എടുത്തു. അപ്പം ഡോക്ടർ പിന്നെ സർജറി വേണമെന്ന് പറയുന്നു. DNC എന്ന് പറഞ്ഞ ചെറിയ ഓപ്പറേഷൻ ചെയ്തായിരുന്നോ? ഇല്ല, ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന് പറയുന്നു. ചെയ്യണം, അത് നിർബന്ധമായിട്ടും ചെയ്യണം. 64 വയസ്സ് ടെസ്റ്റ് ചെയ്തു. അപ്പൊ അതില് പിന്നെ നെഗറ്റീവ് എന്നാണ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഇൻഫ്ലമേഷൻ ഉണ്ടെന്നും പറഞ്ഞു. ഇൻഫ്ലമേഷനും മറ്റേ വേറെ പ്രശ്നങ്ങൾ നെഗറ്റീവ് ഫോർ NILM എന്നല്ലേ അത്? നെഗറ്റീവ് അത്. എന്നാലും നമ്മൾ 64 വയസ്സിൽ ബ്ലീഡിങ് ഉണ്ടാവുന്നത് പിന്നെയും 3 മാസമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇൻഫെക്ഷൻ കൊണ്ട് മാത്രം ആവാൻ വഴിയില്ല. ഒരു DNC ചെയ്തിട്ട് അത് ബയോപ്സിക്ക് അയച്ചിട്ട് ഒന്നുമില്ലയെന്ന് അറിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാം. കാരണം 10 വർഷം കഴിഞ്ഞിട്ട് ബ്ലീഡിങ് ഉണ്ടാവുകയല്ലേ, അത് നമുക്ക് ഗുരുതരമായി തന്നെ വീക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് ആ DNC ചെയ്യാൻ മടിക്കണ്ട. അപ്പോൾ ഈ യൂട്രസ് എടുക്കണോ അതോ അത് വേറെ ഏതെങ്കിലും സർജറി ആണോ? അല്ല, ഈ DNC ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് കണ്ടിട്ട് മതി ഭാവി ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. യൂട്രസ് എടുക്കണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് ആദ്യം ഈ DNC ചെയ്തിട്ട് അതിൻ്റെ ബയോപ്സി റിപ്പോർട്ട് അനുസരിച്ചിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതിയാവും. അതിന്റെ റിപ്പോർട്ട് ഞാൻ മാഡമിനെ കേൾപ്പിക്കട്ടെ? ഒരു മിനിറ്റ് മാഡം, ഞാൻ റിപ്പോർട്ട് വായിക്കാം. ഒരു മിനിറ്റ്, വേഗം വായിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞോളൂ. ഹലോ, നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയുന്നില്ല, ഒന്നുകൂടെ പറയാമോ? ഞാൻ പറയാം. അല്ല, അത് സ്മിയറിന്റെ റിപ്പോർട്ടല്ലേ? DNC ചെയ്തില്ലല്ലോ. പാപ്സ്മിയർ റിപ്പോർട്ട് കുഴപ്പമില്ല. എന്നാലും നല്ലത് ഒരു DNC ചെയ്യുക എന്നുള്ളതാണ്.
അതിൻ്റെ റിപ്പോർട്ട് കണ്ടിട്ടേ നമുക്ക് ഭാവി ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് പറയാൻ പറ്റൂ. ഇത് DNC എന്ന് പറയുന്നത് ബയോപ്സിയാണോ? ആ, ബയോപ്സിയാണ്, ചെറിയൊരു ഓപ്പറേഷനാണ്. ഗർഭപാത്രത്തിൻ്റെ അകത്തുനിന്ന് ടിഷ്യൂ എടുത്തിട്ട് ബയോപ്സിക്ക് അയക്കുന്നതാണ്. അത് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യണോ വെറുതെ വിടാമോ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. സ്മിയറിൽ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല, എന്നാലും DNC ചെയ്യണം. ഈ ബയോപ്സിയിൽ പിന്നെ ഇത് നമ്മളെ ഇഞ്ചക്ഷൻ എന്തെങ്കിലും തരുമോ? വേദനയില്ല? സാധാരണഗതിയിൽ തരും. 10 മിനിറ്റേക്ക് ഒരു പ്രൊസീജിയറേ ഉള്ളൂ. ആ 10 മിനിറ്റ് വേദന അറിയാതിരിക്കാനുള്ള ചെറിയ തോതിലുള്ള അനസ്തീഷ്യ തരും. ഓക്കെ, ശരി, വിളിച്ചതിന് നന്ദി. ശരി ഡോക്ടർ, നമ്മൾ സംസാരിച്ച് വന്നത് തൈറോയിഡിനെ കുറിച്ച് ആയിരുന്നു. തൈറോയിഡ് ഉള്ളവർക്ക് ഒന്നുകിൽ തൈറോയ്ഡ് ഹോർമോൺ കൂടുതലാവാം, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ കുറവായിരിക്കാം. തൈറോയ്ഡ് ഹോർമോൺ കൂടുതലായുള്ളവർക്കും ഒരു ടെൻഡൻസി ഉണ്ട് കൂടുതൽ അബോർഷൻ ഉണ്ടാവാൻ. അതും നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തിട്ട് മതി അടുത്തൊരു പ്രഗ്നൻസി. അതുപോലെ ഈ തൈറോയ്ഡ് ഹോർമോൺ കുറവുണ്ടെങ്കിലും ചിലർക്കത് സ്പഷ്ടമായിട്ടറിയാം, അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടാവാം. അവരെയും കാട്ടിൽ കൂടുതൽ ടെൻഡൻസി അബോർഷൻ ഉള്ളത് ഈ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. അതായത് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, പക്ഷേ അത് നമുക്ക് 1-2 അബോർഷൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ തൈറോയ്ഡ് ടെസ്റ്റുകൾ ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ട്രീറ്റ് ചെയ്യുന്നത് അനിവാര്യമാണ്. പിന്നെ തൈറോയ്ഡ് ഹോർമോൺ നമ്മൾ ഗർഭത്തിന് മുമ്പ് കഴിക്കുകയാണെങ്കിൽ ആ തൈറോയ്ഡ് ഹോർമോൺസ് ഡെഫിനറ്റ്ലി പ്രഗ്നൻസിയിൽ ത്രൂ ഔട്ട് കഴിക്കേണ്ടതുണ്ട്. പ്രഗ്നൻസിയിലും പാലൂട്ടണ സമയത്തും കഴിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ നിർത്തരുത്. ചിലർ നമ്മൾ കാണുന്നത് അവർ ഗർഭിണി ആയെന്നറിഞ്ഞ ഉടനെ അതങ്ങ് നിർത്തും. അപ്പം പിന്നെ കോംപ്ലിക്കേഷൻസ് വീണ്ടും വരും. അതുകൊണ്ട് അത് തുടരണം. ഓക്കെ, അപ്പോൾ ഡോക്ടറിനോട് ഇങ്ങനെ മരുന്നുകൾ കഴിക്കുന്ന കാര്യം പറയണം. ഓക്കെ. പിന്നെ ഇപ്പം നമ്മൾ ഒരു തൈറോയ്ഡ് ടെസ്റ്റിംഗ് പ്രഗ്നൻസിയിൽ ആദ്യത്തെ വിസിറ്റ് തന്നെ നമ്മൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. TSH നോക്കും. അതിൻ്റെ കുറവ് 2.5 സാധാരണ നോർമൽ റേഞ്ച് 4 വരെ പോവാം. പക്ഷേ ഇതിൽ 2.5 താഴെ തന്നെയാണെങ്കിൽ നമ്മൾ തൈറോക്സിൻ തുടങ്ങും. അതിൽ 12 ആഴ്ച കഴിഞ്ഞിട്ട് അത് 3. പക്ഷേ നമ്മൾ 4 എന്നുള്ള നോർമൽ ഒരു ആൾക്കുള്ള റേഞ്ച് നമ്മൾ വയ്ക്കാറില്ല. കുറച്ചുകൂടെ കുറഞ്ഞ റേഞ്ചാണ്. അതുകൊണ്ട് തൈറോയിഡിന് ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് നമ്മൾ കൊടുക്കുന്നത്. അത് അനിവാര്യമാണ്. അതിൻ്റെ കുഞ്ഞിലേക്കും വരാം. അമ്മയ്ക്ക് തൈറോയിഡിൻ്റെ കുറവുണ്ടെങ്കിൽ കുഞ്ഞിനും തൈറോയിഡ് കുറവ് വരാം. പിന്നെ ഈ ഹോർമോൺ കൂടുതലുള്ള വശത്ത് നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ എഫക്റ്റ് കൊണ്ടിട്ട് കുഞ്ഞിന് ഇതുപോലെ തൈറോയ്ഡ് ഹോർമോൺ കുറയാം. അങ്ങനെയുണ്ട്. പിന്നെ അതിൻ്റെ ഭാവി ബ്രെയിൻ ഡെവലപ്മെൻറ്റും ന്യൂറോളജിക്കൽ ഡെവലപ്മെൻറ്റൊക്കെ നമ്മൾ അമ്മ മരുന്ന് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാവാം കുഞ്ഞിൻ്റെ. അതുകൊണ്ട് തൈറോയ്ഡ് ഹോർമോൺ ഒരു വലിയ ഘടകമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ പാഠത്തിൻ്റെ സമയം ഇവിടെ കഴിയുകയാണ്. എന്തായാലും ഗർഭിണികൾക്കും അമ്മമാരാകാൻ ഒരുങ്ങുന്നവർക്കും അതുപോലെ കൗമാരപ്രായത്തിലുള്ള കുട്ടികളും ഒക്കെ ശ്രദ്ധിക്കാനുള്ള ധാരാളം കാര്യങ്ങൾ ഡോക്ടർ ഇന്ന് സാമൂഹ്യ പാഠത്തിലൂടെ പങ്കുവച്ചു. ഡോക്ടറിന് വളരെയധികം നന്ദി. ഇന്നത്തെ സാമൂഹ്യ പാഠം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.